നമുക്കിന്ന് കൂൺ വെച്ചൊരു മെഴുക്ക് പുരട്ടിയാലോ? അതിനായിട്ട് 250 ഗ്രാം ബട്ടൺ മഷ്റൂം എടുക്കാം. ഈ മഷ്റൂമിന്റെ പുറം ഭാഗത്തെ തോലിളക്കുന്നതിനായിട്ട് അടിഭാഗത്തു നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ മതി. ഇങ്ങനെ ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ പുറത്തെ തോലിളക്കാൻ പറ്റും. കഴുകി വൃത്തിയായി തുടച്ചെടുത്തതിനു ശേഷമാണ് നമ്മൾ ഈ കൂണിന്റെ തോലിളക്കി മാറ്റിയത്. ഇനി നമുക്ക് ഈ കൂൺ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ അതിന്റെ തണ്ട് മുറിച്ച് കളയേണ്ട ആവശ്യമില്ല. തണ്ട് നമുക്ക് ഇതിനോടൊപ്പം ഉപയോഗിക്കാം. അപ്പൊ ഈ കൂൺ നടുവേ മുറിച്ചിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. ഒരുപാട് വലിപ്പം കുറച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ മഷ്റൂം മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മെഴുക്കുവരട്ടിക്ക് ആവശ്യമായ ചെറിയ ഉള്ളി എടുക്കാം. ഞാനിവിടെ 10-25 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി നമുക്ക് ചെറിയ പീസായിട്ട് കഷ്ണിച്ചെടുക്കാം. ചീനിച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുവെല്ലാം പൊട്ടിയതിനു ശേഷം 1-2 വറ്റൽമുളക് മുറിച്ച് കടുകിലേക്ക് ഇടാം. അപ്പൊ ഈ വറ്റൽമുളക് വേഗം തന്നെ എണ്ണയിലേക്ക് ഇടുമ്പോൾ കളർ മാറാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ചേർക്കാം. അതിനോടൊപ്പം തന്നെ 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം. ഇത്രയും കൂടെ ചേർത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചെറിയ ഉള്ളി ഒന്ന് വാടിക്കിട്ടും. അതുവരെ കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഏകദേശം ഈ ഒരു രീതിയിൽ ചെറിയ ഉള്ളി വാടി കഴിയുമ്പം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച കൂണിടാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. തീ കുറച്ച് വെച്ചാൽ മഷ്റൂമിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കരുതെന്ന് പറഞ്ഞത്. ഒരു 2-3 മിനിറ്റ് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. 3 മിനിറ്റ് കഴിയുമ്പോൾ മഷ്റൂം ഒന്ന് വാടിയിട്ട് മഷ്റൂമിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഇറങ്ങി വരും. തീ കൂട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് വെള്ളം അങ്ങ് വറ്റിപ്പൊയ്ക്കോളും. ഇനി തുടർച്ചയായിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഈ മഷ്റൂം അടച്ചു വെച്ച് വേവിക്കരുത്. അടച്ചു വെച്ച് വേവിച്ചാൽ മഷ്റൂമിൽ നിന്ന് കൂടുതൽ വെള്ളം ഇറങ്ങി വരും. ഒരു 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോഴേക്കും മഷ്റൂം നന്നായിട്ട് വാടി വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ഇടാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ഇടുന്നത്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം. ഞാനിവിടെ പിങ്ക് സോൾട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പിടുമ്പം മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് അവസാനം നമ്മൾ ഇട്ടുകൊടുത്തത്. ഉപ്പും കുരുമുളക് പൊടിയും മഷ്റൂമുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിനു ശേഷം സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മഷ്റൂം മെഴുക്കുവരട്ടി തയ്യാറാക്കിയെടുക്കാം.